ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൂത്തെറിഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ നിലനിൽപ്പിനായി മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന കപട ഐക്യ നാടകങ്ങൾക്ക് പശ്ചിമ ബംഗാളിൽ പിന്നെയും കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ബിജെപിക്കെതിരെ ഒന്നിച്ചണിനിരക്കാൻ പ്രതിപക്ഷ പാർട്ടികളോട് മമത നടത്തിയ ആഹ്വാനം വെറും രാഷ്ട്രീയ അടവാണെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ചരിത്രപരമായ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ മമത എറിഞ്ഞ ഐക്യത്താപ്പ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞത് തൃണമൂൽ ക്യാമ്പിനെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. രവീന്ദ്ര ജയന്തി ദിനത്തിൽ കാളിഘട്ടിലെ തന്റെ വസതിക്ക് മുൻപിൽ സംസാരിക്കുമ്പോഴായിരുന്നു മമതാ ബാനർജി പ്രതിപക്ഷ ഐക്യമെന്ന വിചിത്രവാദവുമായി എത്തിയത്. ശത്രുവിന്റെ ശത്രു എന്റെ മിത്രമെന്ന് ചിന്തിക്കേണ്ട സമയമല്ല ഇത്. നമ്മുടെ ഒന്നാം നമ്പർ ശത്രു ബിജെപിയാണ്. അതിനെതിരെ പോരാടാൻ ഇടതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും NGOകളും വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കണമെന്നായിരുന്നു പരാജയഭീതി പൂണ്ട മമതയുടെ ആവശ്യം. എന്നാൽ മമതയുടെ ഈ കപടമായ ഐക്യാഹ്വാനം തള്ളിക്കളയുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് സൗമ്യ ഐച്ച്റോയി വ്യക്തമാക്കി കഴിഞ്ഞു. ബംഗാളിൽ ബിജെപിക്ക് കാലൂന്നാൻ മണ്ണൊരുക്കി കൊടുത്തത് മമതാ ബാനർജിയാണെന്ന് കോൺഗ്രസ് പരസ്യമായി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും പരസ്യമായി അപഹസിക്കുകയും ചെയ്ത തൃണമൂലുമായി ഇനിയൊരു സഖ്യത്തിനില്ല എന്നാണ് കോൺഗ്രസ് നിലപാട്. 2013 മാവോയിസ്റ്റുകൾ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് തീവ്ര ഇടതുപക്ഷത്തെ ഒപ്പം കൂട്ടാനുള്ള മമതയുടെ നീക്കത്തെ കോൺഗ്രസ് രൂക്ഷമായി വിമർശിച്ചു. മമതാ ബാനർജി തികച്ചും അഴിമതിക്കാരിയും വർഗീയവാദിയുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആഞ്ഞടിച്ചു. ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സ്വേച്ഛാധിപതിയുമായി കൈകോർക്കുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യ വിരുദ്ധമായി ഭരണം നടത്തിയ മമതയുമായി യാതൊരുവിധ സഖ്യവുമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി സ്വപൻ ബാനർജിയും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തകർന്നടിഞ്ഞതുകൊണ്ടാണ് മമത ഇപ്പോൾ ഇത്തരം നിലവിളികളുമായി വരുന്നതെന്ന് SUCI നേതാവ് അമിതാഭ് ചാറ്റർജി പരിഹസിച്ചു. തൃണമൂൽ ഒരു വലതുപക്ഷ ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് CPI ലിബറേഷനും പ്രഖ്യാപിച്ചതോടെ അധികാരം പോയപ്പോൾ രക്ഷപ്പെടാൻ മമത നടത്തിയ രാഷ്ട്രീയ അജണ്ട ബംഗാൾ മണ്ണിൽ പാടെ പൊട്ടിപ്പാളീസായിരിക്കുകയാണ്.